Next chapter in Module 1, Equipments used in filling and conversion. The main cutting equipments are axe and saws. Axe നിങ്ങൾക്കറിയാം കൊടാലി and are used for filling, trimming, splitting and grubbing, and it consists of a metal head and a wooden handle, and axes are of a different type in varying in size and shape. Then saw. A saw consists of a broad blade made up of steel and one edge of which is toothed, and are used for felling, cross-cutting and ripping. And saws come broadly under two categories, hand saw and power saw. Hand saw എന്ന് പറയുന്നത് used by manually using ആണ്, and power saw is a machine. ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പവർ സോ ആണ്. ആൻഡ് ഹാൻഡ് സോ ആർ ഓഫ് ടു ടൈപ്സ്, വൺ മാൻ ഓർ ടു മാൻ. അതായത് ഒരാൾ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് സോ ആണെങ്കിൽ വൺ മാൻ സോ, ആൻഡ് ടു മാൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ടു മാൻ സോ, രണ്ടുപേര് വെച്ച് അറക്കുന്ന വാള്. ദെൻ സോ വാട്ട് അബൌട്ട് സോ ടീത്ത്? It must do three things: cut through the fibers, break loose the cutting fibers, and remove the fiber dust. അതായത് സോ ടീത്ത് കട്ട് ചെയ്യുന്നത് ആക്ച്വലി വുഡിൻ്റെ ഫൈബേഴ്സിനെയാണ്. അത് 3 പാർട്ടായിട്ട് പറഞ്ഞതാണ് ഇത്. ആൻഡ് വാട്ട് അബൌട്ട് പെഗ് ടൂത്ത്? പെഗ് ടൂത്ത് മീൻസ് നോർമൽ ഈ ഷാർക്കിൻ്റെയൊക്കെ പല്ലുപോലെ കാണുന്ന ടൂത്താണ് പെഗ് ടൂത്ത് എന്ന് പറയുന്നത്. നോർമലി സോ ടീത്താണ് പെഗ് ടൂത്ത്. ഈ നേരത്തെ പറഞ്ഞ 3 ആക്ഷൻസും ഈ പെഗ് ടൂത്ത് ഉള്ള സോയിൽ ഒരുമിച്ച് തന്നെയാണ് നടക്കുക. ഈ ഒരു ടൂത്ത് മാത്രമാണ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് റാക്കർ ടൂത്ത്, റാക്കർ ടൂത്ത് ഈസ് advanced one, and they cut faster but require more skill in maintenance. നേരത്തെ പറഞ്ഞ 3 ആക്ഷൻസിൽ ഫസ്റ്റ് ഓഫ് ദി 3 ആക്ഷൻ ഈസ് ഡൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് കട്ടേഴ്സ്. അതായത് ഫൈബറിനെ കട്ട് ചെയ്യുന്നതിന് കട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു തരം ടീത്തും, ദെൻ സെക്കൻഡ് തേർഡ് ആക്ഷൻ ബ്രേക്കിങ്ങും അതിൻ്റെ ഡസ്റ്റ് റിമൂവലും ചെയ്യുന്നത് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് കട്ടേഴ്സ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ പിക്ചർ. ഇതിൽ കാണാൻ കട്ടർ ടൂത്ത് വേറെയുണ്ട്, റാക്കർ ടൂത്ത് വേറെയുണ്ട്. അപ്പോൾ സോ ഡസ്റ്റ് പോകാനുള്ള ഗള്ളറ്റ് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പും കാണും. ഓക്കെ, ഇത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ നോളജ് ഉള്ളവർക്ക് ആണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ മറ്റേത് അൺസ്കിൽഡ് പേഴ്സൺസിനും ചെയ്യാം. റാക്കർ ടൂത്ത് വെച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി നല്ല രീതിയിലാണ് റാക്കർ ടൂത്തിൽ വുഡ് കട്ട് ചെയ്ത് വരിക. ആൻഡ് വാട്ട് ഈസ് അബൌട്ട് ഹാൻഡ് സോ? ഹാൻഡ് സോസ് ആർ നോൺ പവേർഡ് സോ. നമ്മൾ പറഞ്ഞു മാനുവലി ഓപ്പറേറ്റിംഗ് ആണ്, ആൻഡ് ആർ ഡിസൈൻഡ് ഫോർ കട്ടിംഗ് ബട്ട് ഓപ്പറേറ്റഡ് ബൈ ഹാൻഡ് ഹെൽഡ് ഓപ്ഷൻ. ഒരു ഹാൻഡിൽ ഉണ്ടാവും, പിന്നെ ഒരു എൻഡിൽ ഒരേ ടൈപ്പ് സോ teeth ഉണ്ടാവും. Then bow saw. It is a type of hand saw and one man saw used for filling small wood logs. Poles എന്ന് പറയുന്നത് വുഡിൻ്റെ ലോഗ്സ്, ഒരു ലോഗിൻ്റെ ഒരു ടൈപ്പാണ് പോൾ എന്ന് പറയുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള, അതായത് തിക്നെസ് കുറഞ്ഞിട്ട് ലെങ്തി ആയിട്ടുള്ള വുഡ് ആണ് പോൾസ് എന്ന് പറയുന്നത്. അതുപോലത്തെ സ്മോൾ സൈസ് സ്റ്റൈലിലെ പ്രോഡക്ട്സിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ബോസോ എന്നുള്ള പേര് വരാൻ കാരണം ആ ബോ പോലെയുള്ള അതിൻ്റെ ഹാൻഡിൽ ഷേപ്പ് കൊണ്ടാണ്. ഓക്കെ, ദെൻ കോപ്പിംഗ് സോ. കോപ്പിംഗ് സോ ഇസ് എ ടൈപ്പ് ഓഫ് ഹാൻഡ് സോ ദാറ്റ് മേക്ക് ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ കട്ട്സ്. അതായത് ഒരു ബോസോ തന്നെയാണ് കോപ്പിംഗ് സോ, കുറച്ചും കൂടി സ്മോളറാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ കട്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ട് ഭാഗത്തുനിന്നും. ഇപ്പോൾ ഉള്ളിലും പുറത്തുമായിട്ടും ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കംസ് വിത്ത് എ തിൻ
ബ്ലേഡ്, ചെറിയൊരു ബ്ലേഡാണ്. ആൻഡ് എബിലിറ്റി ടു കട്ട് ത്രൂ എ ഹോൾ ഓർ ഈവൻ എ കട്ട് ഔട്ട്. എന്താ പറഞ്ഞു, അകത്തും പുറത്തും കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹോളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം കോപ്പിംഗ് സോ. ദെൻ ഹാക്സോ, ഇറ്റ് ഈസ് ആൾസോ എ ബോ സോ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ കട്ടിംഗ് മെറ്റൽസ്. ഈ പറഞ്ഞതൊക്കെ നമ്മൾ വുഡ് പാനൽ പ്രൊഡക്ട്സും അങ്ങനെയുള്ള വുഡിൻ്റെ, അതായത് ഒരു ട്രീ അല്ല ഫെല്ല് ചെയ്ത് കഴിഞ്ഞ് ഒരു പ്രൊഡക്റ്റ് ഫോമിലേക്ക് എത്തുമ്പോൾ അതിനെ ആ വുഡ് പാർട്ടിക്കിൾസിനെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും വർക്ക് ഫർണിച്ചർ, ചെറിയ ചെറിയ ഈ വുഡ് പാനൽസും അങ്ങനെയൊക്കെ ഉള്ളത് കട്ട് ചെയ്യാനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. Then rib cut saw. Rib cut saw is used for cutting along the grain in a thick wood. അതായത് സാധാരണ നമ്മൾ ഈ സോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വുഡ്, ഒരു ട്രീ ഫെല്ല് ചെയ്യുന്നത് കട്ട് ചെയ്യാന്ന് പറയാൻ നമ്മുടെ വുഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ടിങ് വരുന്നത്, ഫൈബേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് നേരെ മറിച്ച് ഈ റിബ് കട്ട് സോ വുഡിനെ നമുക്ക് ഫെല്ല് ചെയ്യുന്ന ട്രീനെ അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൾറെഡി ഫെല്ല് ചെയ്ത ട്രീനെ ഏതെങ്കിലും പ്രൊഡക്റ്റ്, പാനൽ പ്രൊഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും വുഡിനെ പ്രൊഡക്റ്റ് ആക്കുന്ന സമയത്ത് അതിൻ്റെ എലോങ് ദി ഗ്രെയിൻ, അതായത് ഫൈബർ നിങ്ങൾക്കറിയാം നീളത്തിൽ ഉള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഫൈബറിന് അതേ ഡയറക്ഷന് പാരലായിട്ട് കട്ട് ചെയ്യുന്നതാണ് റിബ് കട്ട് സോ എന്ന് പറയുന്നത്. കണ്ടോ, ടു മേക്ക് എ സ്ട്രെയിറ്റ് കട്ട് ഇൻ ദ ലംബർ വിത്ത് ദ ഗ്രെയിൻ ഓഫ് ദി വുഡ്. ലംബർ എന്ന് പറഞ്ഞാൽ വുഡിനെ തന്നെയാണ് പറയുന്നത്. വുഡിൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു റിബ് കട്ട് എന്ന് പറയുന്നത് വുഡിൻ്റെ സ്ട്രെയിറ്റ് ലൈനായിട്ട്, അതൊരു വെർട്ടിക്കൽ ഫൈബറിൻ്റെ വെർട്ടിക്കൽ ലൈനിന് പാരലായിട്ട് തന്നെ കട്ട് ചെയ്യുന്നതാണ് റിബ് സോയുടെ പ്രത്യേകത. ഓർമ്മിച്ച് വെക്കുക. ക്രോസ് കട്ട് സോ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഓപ്പോസിറ്റ് ക്രോസ് കട്ട്, അതായത് നേരത്തെ പറഞ്ഞ ഫെൽഡ് ട്രീ ഇനിയല്ല, ട്രീസ് ഫെല്ല് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, ക്രോസ് കട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കട്ട്. അങ്ങനെ വരുന്ന കട്ട് ചെയ്യാനാണ് ക്രോസ് കട്ട് സോ ഉപയോഗിക്കുന്നത്. ഒരു ട്രീനെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യുന്നു, ആ വട്ടത്തിലുള്ള ആ കട്ട്. അപ്പോൾ ഇത് വലിയ വലിയ ട്രീസിനെ കട്ട് ചെയ്യാൻ, നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് സോയൊക്കെ ഇല്ലേ, അതൊക്കെ ഏതെങ്കിലും പ്രോഡക്ട്സിനെ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ വുഡിൻ്റെ തിക്നെസ് കുറഞ്ഞതോ അല്ലെങ്കിൽ ലെങ്ത് കുറഞ്ഞതോ അങ്ങനെയുള്ള സാധനങ്ങളെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും. ഇത് ക്രോസ് കട്ട് സോ എന്ന് പറയുന്നത് ഫില്ല് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്. 2-man ടൈപ്പാണ് ഈ ക്രോസ് കട്ട് സോ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹാൻഡ് സോ. പിന്നെ ഓർമ്മിക്കുക, കട്ടിങ് അക്രോസ് ദി ഗ്രെയിൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നു. കണ്ടോ ഡിഫറൻസ്? ആൻഡ് ദീസ് ടീത്ത് ആർ ഇൻ ക്രോസ് കട്ടോ ആർ ഇൻ എ സിക്സാഗ് പാറ്റേൺ. നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്യും. തിക്കായിട്ടുള്ള വുഡിനെയാണ് ഫില്ല് ചെയ്യുന്ന ട്രീനെ കട്ട് ചെയ്യുമ്പോൾ തിക്കായിട്ടുള്ള വുഡായിരിക്കും. അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ടീത്താണ് ക്രോസ് കട്ട് സോയിൽ ഉണ്ടാവുക. ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലാർജ് ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലാതെ ചെറിയ വർക്കിനും ഉപയോഗിക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് സൈസിൽ ഉണ്ടാവാം. അതിൻ്റെ തിക്നെസ്സും വുഡിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ചുള്ള ടൂത്ത് ഉള്ള ക്രോസ് കട്ട്സോ ഉണ്ട്. ദീസ് ആർ ടൂത്ത് പാറ്റേൺസ് ഫൗണ്ട് ഓൺ ക്രോസ് കട്ട്സോ. ആദ്യം കാണിക്കുന്നത് പ്ലെയിൻ ടൂത്ത് അല്ലെങ്കിൽ പെഗ് ടൂത്ത്, ഒറ്റ ടൈപ്പ് ഓഫ് ടീത്താണ് ഉള്ളത്. മറ്റ് എം ടൂത്ത്, ലാൻസ് ടൂത്ത്, അമേരിക്കൻ ടൂത്ത്, ഈ വക ടീത്തൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. നെക്സ്റ്റ്, ടെനൻ ഓർ ബാറ്റ് സോ, യൂസ്ഡ് ഇൻ ദ കട്ടിംഗ് ഓഫ് ടെനൻസ് ഫോർ മോട്ടേഴ്സ് ആൻഡ് ടെനൻ ജോയിനറി. ഒരു റെക്റ്റാങ്കുലർ ടൈപ്പിലുള്ള ബ്ലേഡാണ് ഈ ടെനൻ അല്ലെങ്കിൽ ബാറ്റ് സോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നോട്ട് പോയിൻറ്റഡ്. കണ്ടോ, മറ്റേതുപോലെ വുഡിനെ ഫെല്ല് ചെയ്യുന്ന ട്രീനെ കട്ട് ചെയ്യാനുള്ളതല്ല, ഒരു വുഡ് പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു ജോയിനറി പർപ്പസ്, മോർട്ടേഴ്സും ടെനനും അങ്ങനെ ഒരു ഫിറ്റിംഗ് ജോയിൻറ്റ് ചെയ്യാനുള്ള ഒരു കട്ട്, ആ ഒരു കട്ടിന് വേണ്ടിയിട്ടാണ് ബാറ്റ് സോ യൂസ് ചെയ്യുന്നത്. ദെൻ പ്രൂണിങ് സോ. പ്രൂണിങ് സോ പേരിൽ തന്നെയുണ്ട്, പ്രൂണിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
പ്രൂണിങ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽ ഒരു പിസ്റ്റൽ ഗ്രിപ്പ് പോലെയാണ് അതിൻ്റെ ഹാൻഡിൽ ഉള്ളത്. ഓക്കെ, ദെൻ പവർ സോ. ഇത്രയും പറഞ്ഞത് ഹാൻഡ് സോ ആയിരുന്നു. ഇനി നെക്സ്റ്റ് പവർ സോ, സെക്കൻഡ് ടൈപ്പ്. വിത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻ ലോഗിംഗ് ഓപ്പറേഷൻ, പവർ സോസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ആൻഡ് ബ്രോട്ട് ടു യൂസ്. പവർ സോസ് ആർ ഇതർ ചെയിൻ, സർക്കുലർ ഓർ ഡ്രാഗ് ടൈപ്പ്. പെല്ലിങ്ങിനും ക്രോസ് കട്ടിങ്ങിനും ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് പവർ സോ. ഇപ്പോൾ മെയിനായിട്ടും ചെയിൻ സോയാണ് യൂസ് ചെയ്യുന്നത്. 1 man പവർ സോയാണ് ചെയിൻ സോയും. And it is a portable mechanical saw which cut with a set of teeth attached to a rotating chain that runs along a guide bar. ഒരു മോട്ടർ ഘടിപ്പിച്ചിട്ട് അതിൽ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഒരു ചെയിൻ ഉണ്ടാവും, ആ ചെയിനിലായിരിക്കും പവർ സോയുടെ ടീത്ത് കാണുക. ദിസ് ഈസ് ചെയിൻ സോ. കാണാം ആ ഒരു ടീത്തിൻ്റെ ഫോം, ഒരു ചെയിനിലാണ് ടീത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ചെയിൻ പോകുന്നതിൻ്റെ സ്പീഡിലാണ് ഈ ടീത്ത് ആക്ട് ചെയ്യുക, കട്ട് ചെയ്യുന്നത്. കട്ട് ലാർജ് വുഡ് പീസസ് ഓഫ് വുഡ് ഇൻക്ലൂഡിങ് ട്രീസ് ഈസിലി. ഒരു പവറിൻ്റെ ഹെൽപ്പോടുകൂടി, ഒരു മോട്ടറിൻ്റെ ഹെൽപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ മീറ്റർ സോ. ദിസ് ആൾസോ പവർ സോ ബെസ്റ്റ് ഫോർ മേക്കിംഗ് ആംഗിൾഡ് കട്ട്. അതായത് ഒരു സർക്കുലർ ബ്ലേഡാണ് ഇതിൽ ഉള്ളത്. ഇതും പവറിൻ്റെ അനുസരിച്ച് മൂവ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആംഗിൾ കട്ട്. ആംഗിൾ കട്ടിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഫസ്റ്റ് പിക്ചറിൽ കാണാം ആംഗിൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത്, രണ്ടാമത്തെ പിക്ചറിൽ അത് ജോയിൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ക്രോസ് കട്ടും മീറ്റർ കട്ടും റിപ്പ് കട്ടും കാണാം. ക്രോസ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡിൻ്റെ ഫൈബേഴ്സിന് പെർപെൻഡിക്കുലറായി. മീറ്റർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ സൈഡിലൂടെയാണ് കട്ട് വരുന്നത്, ആംഗിളിലാണ് കട്ട് വരുന്നത്. റിപ്പ് കട്ട് വുഡ് ഫൈബേഴ്സിന് പാരലായിട്ടാണ്. ബെവൽ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജിലൊക്കെയാണ്, എഡ്ജിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടാണ് ബെവൽ കട്ട്. ദെൻ സർക്കുലർ സോ. ഇത് യൂസ് ചെയ്യുന്നത് ഒരു മെഷീൻ സോയാണ്. റോട്ടറി മോഷനിൽ സ്പിൻ ചെയ്യും. ഇതിൻ്റെ സോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു ടൂത്ത് ഡിസ്കാണ്. ഓക്കെ, ഒരു ഡിസ്കിലാണ് അതിൻ്റെ ടൂത്ത് വരുന്നത്. ഇത് കൂടുതലായിട്ടും സ്ട്രെയിറ്റ് കട്ടിന് വേണ്ടി, അതായത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ട്രീസിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റായി യൂസ് ചെയ്യുമ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫിക്സഡായി നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്രോസ് കട്ടിന് ഉപയോഗിക്കാൻ പറ്റില്ല. ദെൻ ടേബിൾ സോ. ടേബിൾ സോ കുറച്ച് പഴയൊരു ടൈപ്പാണ്. അതായത് ഒരു ടേബിളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സോയാണ്. അത് അതിൻ്റെ മുകളിൽ വുഡ് വെച്ച് കൊടുത്തിട്ട് ആണത് ആക്ട് ചെയ്യുന്നത്. ദെൻ ജിഗ്സോ. ജിഗ്സോ ഒരു നാരോ ബ്ലേഡ് ആയിരിക്കും ജിഗ്സോയിൽ ഉപയോഗിക്കുന്നത്. അതിന് വുഡിനെ ഡിഫറെൻറ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും, ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്. Then bandsaw use a blade consisting of a continuous band of toothed metal rotating on opposing wheels to cut material. ഈ മില്ലിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഇത് സ്റ്റിച്ചിങ് മെഷീൻ പോലെ വുഡ് അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാൻഡ് ഓഫ് ടൂത്ത് വന്ന് അതിനെ മൂവ് ചെയ്ത് കട്ട് ചെയ്ത് പോകും. മെഷീൻ ഫിക്സ്ഡ് ആയിരിക്കും, വുഡാണ് മൂവ് ചെയ്യുന്നത്. Then advantage and disadvantage of power saw. Advantages: trees can be felled to lower stump. താഴെ വരെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റെമ്പ് നമുക്കറിയാം, ട്രീൻ്റെ സ്റ്റെമ്പ് എന്താണ്, ഏറ്റവും അടിയിലത്തെ കട്ട് ചെയ്ത് ബാക്കി വരുന്ന ചെറിയ റൂട്ടോടുകൂടിയുള്ള പോർഷൻ, അതുവരെ എത്രയാണോ നമുക്ക് ഫെല്ല് ചെയ്യേണ്ടത് അത്രയും പോർഷൻ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ റേറ്റ് പെർ അവർ ഈസ് ഹൈ. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ടൈം വളരെ ചെറിയ ടൈമിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടും, കട്ട് ചെയ്ത് കിട്ടും. ഹയർ പ്രിസിഷൻ ആൻഡ് ലെസ് ലോസ് ഓഫ് വുഡ്.
നല്ല ഷാർപ്പ്, അത് മോട്ടോറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ചെയിനിൻ്റെ മൂവ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വളരെ നല്ല ഷാർപ്പായിട്ടും ഹൈ പ്രിസിഷനിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലെസ് ലോസ് ഓഫ് ഫുഡ്. ക്യാൻ ബി യൂസ്ഡ് ഫോർ sowing horizontally and vertically. Then disadvantage. In a rugged and sloping terrain and in place with a heavy undertow, difficult to move and time consuming. അറിയാലോ, സ്ലോപ്പിംഗ് ടെറൈനിലേക്കാണ് നമുക്കിത് ഈ ഒരു മോട്ടർ ഇതാണ് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് റിക്വയർ സ്കിൽഡ് പേഴ്സൺ ടു ഓപ്പറേറ്റ്. മെയിൻ്റെനൻസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് പാർട്സ് കനോട്ട് ബി റെഡിലി എക്സിക്യൂട്ട് ഇൻ ഇൻറ്റീരിയർ ലൊക്കേഷൻസ്. ദെൻ മിസലേനിയസ് ടൂൾസ്. ഇത്രയും നേരം പറഞ്ഞത് മെയിനായിട്ടും ട്രീ ഫെല്ല് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന കൂടുതലായിട്ടും പ്രൊഡക്റ്റിനെ ആണെങ്കിലും അത് കട്ട് ചെയ്യുന്ന ടൂൾസിനെയാണ് ഇത്രയും പറഞ്ഞത്. ഇനി മിസലേനിയസ് ടൂൾസ് എന്താണെന്ന് നോക്കാം. കാൺ ഹുക്ക്. ഇറ്റ്സ് പർപ്പസ് ഇസ് ടു ആക്ട് ആസ് എ ലിവർ ടു റോൾ, സ്റ്റോപ്പ്, ഡ്രാഗ് ആൻഡ് ടേൺസ് ലോഗ്. വുഡിനെ ഡ്രാഗ് ചെയ്യാനും റോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കാൺ ഹുക്ക്. And pickerel also used for drawing or pulling small logs. It is a wood-handled, metal-topped log handling tool. Debarking spade. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീബാർക്കിംഗ് എന്താണ്, വുഡ് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാർക്ക് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീബാർക്കിംഗ്. ആൻഡ് ഡീബാർക്കിംഗ് spade is used for that. Log hook is used for dragging and lifting. Wedges are used in felling trees and to prevent jamming of the saw in cross cutting or longitudinal splitting. സോ വെച്ച് കട്ട് ചെയ്യുന്ന ട്രീസിനെ നമുക്ക് ജാം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയില്ലേ, അതാണ് വെഡ്ജസ്. മെറ്റൽ ബെഡ്സ് ആർ മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ അയൺ. ഇതാണ് beds. Then plane is used for smoothing as well as removing rough surface to bring in required size of sawn wooden piece. Wooden piece-നെ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലെയിൻ. ഇതൊക്കെ കാർപ്പൻട്രി വർക്കിൽ നമുക്കറിയാം. ആൻഡ് ചിസൽ ടു റിമൂവ് അൺവാണ്ടഡ് മെറ്റീരിയൽസ്. ഉള്ളി എന്ന് പറയുന്ന equipment. Sander to do finishing on flat surface. Drilling ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രിൽസ് ടു മേക്ക് റൗണ്ട് ഹോൾസ്. ദെൻ റൂട്ടർ, അതായത് വുഡിൻ്റെ ഡിഫറെൻറ്റ് ഫോമിലേക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് പല ഷേപ്പിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പല ഷേപ്പിലും എഡ്ജ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂട്ടർ. Then to join two wooden pieces is jointer. Lathe, it is a table for woodworking.